മലയാളത്തിലെ എടുത്തു പറയാവുന്ന നടന്മാരിൽ ഒരാളാണ് ടിനു ടോമി. അദ്ദേഹത്തിൻ്റെ മകൻ ആദംഷം കഞ്ചാവ് കൈവശപ്പെടുത്തിയതിൻ്റെ പേരിൽ കേസിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഈ പശ്ചാത്തലത്തിൽ പ്രതിഭ MLA, കായംകുളത്തെ ഇപ്പോഴത്തെ MLA ആണ്, അവരുടെ മകനെ കഞ്ചാവ് കൈവശം വെച്ചതിന് പോലീസ് കേസ് ചാർജ് ചെയ്യുകയുണ്ടായി. കഞ്ചാവിൻ്റെ ഇന്നത്തെ വിഷയം പ്രതിഭ MLAയും കഞ്ചാവിൻ്റെ ഉപയോഗത്തെ നിസ്സാരവൽക്കരിക്കാനുള്ള ശ്രമവും എന്നതാണ്. പ്രസിദ്ധ സാഹിത്യകാരൻ തകഴി ശിവശങ്കരപിള്ളയുടെ ജന്മനാടാണ് തകഴി എന്ന പേരിൽ പ്രസിദ്ധമായ ഗ്രാമം. ഒട്ടേറെ മൂല്യങ്ങളിലടങ്ങിയ അദ്ദേഹത്തിൻ്റെ കൃതികൾ തോളിലേറ്റിയാണ് കേരള ജനത അവയെല്ലാം സ്വീകരിച്ചത്. ഇന്നിപ്പോൾ തകഴി വാർത്തകൾക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്നത് തകഴി എന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റും ആലപ്പുഴ ജില്ലാ പ്രസിഡന്റുമായിരുന്ന പ്രതിഭ എന്ന കായംകുളത്തെ ഇപ്പോഴത്തെ MLA തൻ്റെ മകനെ കഞ്ചാവ് കേസിൽ പ്രതി ചേർത്തിട്ടും മകൻ്റെ ഭാഗം ന്യായീകരിച്ച് സമൂഹത്തിൽ കോമാളി വേഷം കെട്ടിയതിൻ്റെ പേരിലുമാണ്. പ്രതിഭ MLAയുടെ മകൻ 22 വയസ്സ് മാത്രം പ്രായം വരുന്ന കനിവ് എന്നയാൾ ഉൾപ്പെടുന്ന സംഘത്തെ കഞ്ചാവ് മിശ്രിതവും ഉൾപ്പെടുന്നതാണ് കേരള എക്സൈസ് പിടികൂടിയത്. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗത്തെ എന്ത് വില കൊടുത്തും ചെറുത്തു തോൽപ്പിക്കാൻ മുൻനിരയിൽ നിൽക്കേണ്ട കായംകുളം MLA പ്രതിഭ പക്ഷേ തൻ്റെ മകൻ ഉൾപ്പെടുന്ന കഞ്ചാവ് സംഘത്തെ ന്യായീകരിക്കുവാനാണ് തൻ്റെ ഫേസ്ബുക്ക് ലൈവിലൂടെ ചെയ്തത്. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി വസ്തുക്കൾ കഞ്ചാവും കടന്ന് പുതിയ തലത്തിലും രൂപത്തിലും ഭാവത്തിലുമുള്ള ലഹരികളിൽ എത്തി നിൽക്കുകയാണ്. ഒട്ടുമിക്ക ദിവസങ്ങളിലും വാർത്തകളിൽ ലഹരി വസ്തുക്കൾ പിടിച്ചതിൻ്റെയും വിൽപ്പനക്കാരെയും അവ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും അന്യരാജ്യങ്ങളിൽ നിന്നുമൊക്കെ വിൽപ്പനയ്ക്കായി എത്തിക്കുന്നവരെയും എക്സൈസ് പിടികൂടിയതിൻ്റെ വാർത്തകൾ കേൾക്കാവുന്നതാണ്. ഇത്തരം ഭയപ്പെടുത്തുന്ന വാർത്തകൾക്കിടയിലാണ് തൻ്റെ മകൻ്റെയും സംഘത്തിൻ്റെയും കഞ്ചാവിൻ്റെ ഉപയോഗത്തെ തൻ്റെ ഫേസ്ബുക്ക് ലൈവിലൂടെ നിസ്സാരവൽക്കരിക്കാനുള്ള ശ്രമം പ്രതിഭ MLA നടത്തുന്നത്. മകനെതിരെയുള്ളത് വ്യാജ വാർത്തയാണെന്ന വിശദീകരണവുമായി ഫേസ്ബുക്ക് ലൈവിലൂടെ പ്രതിഭ MLA ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. പ്രതിഭയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ ലഹരിക്കെതിരെ പോരാടാനും അതുവഴി പലവിധ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന യുവതയെ അതിൽ നിന്നും മോചിപ്പിക്കാനും സാധ്യമാകട്ടെ എന്ന് നമുക്ക് ഇപ്പോൾ ആശംസിക്കാം. തകഴി എന്ന പ്രസിദ്ധമായ ഗ്രാമത്തിൻ്റെ നൈർമല്യം കേരള ജനതയ്ക്ക് ഓർമ്മ മാത്രമായി മാറാതിരിക്കാൻ പ്രതിഭയും കേരളത്തിൽ ഭരണാധികാരികളും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. മൂല്യങ്ങളടങ്ങിയ പ്രവർത്തനങ്ങളും ലഹരിക്കെതിരെയുള്ള പോരാട്ടവും തന്നെയാണ് തകഴി ശിവശങ്കരപിള്ളയുടെ ആത്മാവും പ്രതീക്ഷിക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ കൃതികൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.